റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്ററിൻ്റെ സ്പെക്ട്രമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്? അതിലുള്ള എലമെൻസിനെ ഒന്ന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് 0 ആയിരിക്കും. ഇങ്ങനെ റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ. AEI = EI+1. ഇതിൽ ഈ ആൽഫകൾ അഥവാ ഇതിലുള്ളിലുള്ള എലമെൻസുകൾ നമ്മൾ എവിടെ നിന്ന് എടുക്കുക? L2 സ്പേസിൽ നിന്ന് എടുക്കുക. അപ്പോൾ നമുക്കിനി സ്പെക്ട്രത്തിൽ 3 സ്പെക്ട്രം കാണാനുണ്ട്. പോയിൻറ്റ് സ്പെക്ട്രം ഉണ്ട്, കണ്ടിന്യൂസ് സ്പെക്ട്രം ഉണ്ട്, റെസിജ്വൽ സ്പെക്ട്രം ഉണ്ട്. പോയിൻറ്റ് സ്പെക്ട്രം നമുക്കറിയാം. പോയിൻറ്റ് സ്പെക്ട്രത്തിൽ AX = λx എന്ന് പറയുന്ന ഐഗൺ വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യണം. ഇവിടെ എക്സിന് പകരം എന്താ? x1 x2 എക്സെട്ര ആണ്. അപ്പോൾ AX1 x2 = λx1 x2 എക്സെട്ര എന്ന് കിട്ടും. ഇനി AX1 x2ന് നമ്മൾ റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ കൊടുക്കുമ്പോൾ എന്താവും? 0 x1 x2 എക്സെട്ര എന്നാവും അല്ലേ. = λx1 x2 എക്സെട്ര എന്ന് വന്നു. ഇനി നോക്കിയാൽ ഇതിൽ നിന്ന് എന്ത് പറയാം? 0 = λx1 എന്ന് പറയാം. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ λ 0 ആയിരിക്കും, അല്ലെങ്കിൽ x1 0 ആയിരിക്കും. ഇനി അടുത്തത് x1 = λx2 എന്ന് വരും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും? λ 0 ആയാലും x1 0 ആയി കഴിഞ്ഞാലും ഇതിലെന്താ? x1 0 ആയിരിക്കും. പിന്നെ അടുത്തത് x2 = λx3, x3 = λx4, അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇതിലുള്ള x1 x2 x3 x4 എല്ലാം 0 ആണെന്ന് കിട്ടും. അപ്പോൾ ഈ x1 x2 x3 ഇതിലെല്ലാം 0 ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ പോയിൻറ്റ് സ്പെക്ട്രത്തിൽ ആരുമില്ല, പോയിൻറ്റ് സ്പെക്ട്രത്തിൻ്റെ വാല്യൂ 5 ആണെന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് കണ്ടിന്യൂസ് സ്പെക്ട്ര കാണാനുള്ളത്. കണ്ടിന്യൂസ് സ്പെക്ട്രം എങ്ങനെയാണ് കാണുക? നമ്മുടെ സ്പെക്ട്രത്തിൽ നിന്ന് പോയിൻറ്റ് സ്പെക്ട്രം ഒഴിവാക്കിയിട്ടുള്ളതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയാം. പോരാത്തതിന് അതിൻ്റെ ഇമേജ് എന്തായിരിക്കണം? ഡെൻസ് ആവുകയും വേണം. അപ്പോൾ നമ്മൾ എൻ്റെ ഇമേജ് കാണാം. എൻ്റെ ഇമേജ് കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x(1) എന്താ? x(1) എന്ന് പറയുമ്പോൾ ഇതിലെ ഫസ്റ്റിലെ എലമെൻറ്റ് x(1) എന്താ? 0 വരിക. അത് L2 സ്പേസിൽ ഡെൻസ് അല്ലല്ലോ. L2 സ്പേസിൽ ഇങ്ങനെയാണോ ഉണ്ടാവുക? അല്ലല്ലോ. അപ്പോൾ L2 സ്പേസിൽ ഫസ്റ്റ് എലമെൻറ്റ് 0 അല്ല. അപ്പോൾ നമുക്കിത് ഡെൻസ് അല്ല എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ കണ്ടിന്യൂസ് സ്പെക്ട്രത്തിലും ആരുമില്ല. അപ്പോൾ 0 എന്ന് പറയുന്ന പോയിൻറ്റ് സ്പെക്ട്രത്തിലും ഇല്ലയെന്ന് കിട്ടി, കണ്ടിന്യൂസ് സ്പെക്ട്രത്തിലും ഇല്ലയെന്ന് കിട്ടി. അപ്പോൾ അതെവിടെ ഉണ്ടാവും? റെസിജ്വൽ സ്പെക്ട്രത്തിൽ ഉണ്ടാവും. കാരണം എന്താ? റെസിജ്വൽ സ്പെക്ട്രത്തിൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ സ്പെക്ട്രത്തിൽ നിന്ന് പോയിൻറ്റ് സ്പെക്ട്രം അല്ല, കണ്ടിന്യൂസ് സ്പെക്ട്രം അല്ല, അങ്ങനെയാണെങ്കിൽ അതെന്താവും? റെസിജ്വൽ സ്പെക്ട്രം ആവുന്ന പറഞ്ഞത്. അപ്പോൾ നമ്മുടെ 0 എന്ന് പറയുന്നത് പോയിൻറ്റ് സ്പെക്ട്രത്തിലും ഇല്ല, കണ്ടിന്യൂസ് സ്പെക്ട്രത്തിലും ഇല്ല. അപ്പോൾ അതെവിടെ ഉണ്ടാവും? റെസിജ്വൽ സ്പെക്ട്രത്തിൽ ഉണ്ടാവും.